ഇതെന്താ സംഭവം ചോദിച്ചിട്ട് വെച്ചാൽ എല്ലാവരുടെ വീടും ചോദിക്കും ഹോം ടൂർ ചെയ്യുമോ എന്ന്. എന്നോട് ആരും ചോദിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്താലും സ്വയം അങ്ങോട്ട് ചെയ്തു. നമ്മളാരും ചോദിക്കാനില്ല. അപ്പോൾ സ്വയം ഇന്നൊരു ഹോം ടൂറാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീട് വലിയാട് പുളിയാട്ടുകുളം മലപ്പുറത്താട്ടോ. ഇത് നമ്മളെ വീട് റോഡിൻ്റെ വക്കാണ് വീട്. എങ്ങനെ പറയണ്ടോ അതൊക്കെ അറിയില്ല. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വലിവുണ്ട്. അതെന്താ സംഭവിച്ചത്, എനിക്ക് തൊണ്ടയ്ക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണതാട്ടോ. അപ്പോൾ കുറച്ചൊരു പരസ്യം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. അവിടെ ഈ ഇരിക്കുന്നത് അനിയൻ്റെ മോളാട്ടോ. എനിക്ക് 2 കുട്ടികളാണ്. മോന് ഡിഗ്രി ഈ മോളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1ക്ക്. ഇത് നമ്മളെ ഹാള്. ഇത് എൻ്റെ അമ്മ കേട്ടോ, മരിച്ച് 2 വർഷം കഴിഞ്ഞു. ഇത് അർജുൻ്റെ കൊട്ടാരം. അർജുനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല, അവനെ ഇറക്കണം. ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ അകത്തന്നെ വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവനെ പുറത്തേക്ക് ഇറക്കാനേ തോന്നുന്നില്ല. എനിക്ക് ചെറുതായിട്ടൊരു ഡിപ്രഷൻ്റെ അസുഖം ഉണ്ടായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം. ഇവൻ വന്നതിന് ശേഷം ഇല്ല എന്നല്ല, പക്ഷെ ഇവൻ എന്തൊക്കെയോ നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. ഇത് മോൻ്റെ റൂമാട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ കൊറോണ വന്നെന്ന് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ, അന്ന് ചുമരുമ വരച്ച് ഇതാക്കിയതാണ് ഇത്. അന്ന് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങാണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അന്ന് ഞങ്ങൾ വരച്ചതാട്ടോ ഇത് മോൻ്റെ റൂം. അങ്ങനെ മോൻ്റെ റൂം ഹാള്. അപ്പോഴാണ് ഹാള് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അനിയൻ്റെ മോള് പറഞ്ഞു, വല്യമ്മ എന്നെ ഒന്നും കൂടി എടുക്കുകയെന്ന് പറഞ്ഞു. മോൾ ഓടിയിട്ടോ. അവളുണ്ടായിരുന്നു ഡൈനിങ് ടേബിളുമ്മേ, അവൾ ഓടിപ്പോയി. അങ്ങനെ അപ്പോഴും മോളെ കിട്ടിയില്ല അല്ലേ. അവളെ പറഞ്ഞത് ഒന്നും കൂടി ഇരിക്കുമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ മോളെ കിട്ടിയില്ല. ക്യാമറമാൻ ശരിയല്ല. മലപ്പുറക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ സ്വാതി എടുത്ത വീഡിയോ ശരിയാവുന്നില്ല. സ്വാതിയുടെ ഫാൻസുകാരോട് പറയാനുള്ളത്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് എടുത്തപ്പോൾ സ്വാതി പറഞ്ഞു, മേമ അവിടെ ഇരിക്കേ, മേമനെ 2 ഫോട്ടോ എടുത്ത് തരാറുണ്ട്. അപ്പോൾ ഞാൻ 2 ഇത് കാണിക്കുക കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ആരും രസമുണ്ടെന്ന് പറയില്ല, സ്വയം അങ്ങോട്ട് പറയാം. ഒരു കാര്യം, ഞാൻ എന്താ ഈ ഒരുങ്ങിക്കെട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കുടുംബശ്രീൻ്റെ. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചീൻ്റെ മോള് പറഞ്ഞത്, മേമ നമുക്ക് ഹോം ടൂർ എടുക്കല്ലേ, നല്ലൊന്ന് വെയിലും ഉണ്ടല്ലോ, മേമ വാ നമുക്കെന്തിനും വീഡിയോ എടുക്കാറുള്ളപ്പോൾ. അപ്പം തോന്നിയൊരു ബുദ്ധിയാട്ടോ ഇതേ. ആരെങ്കിലും എന്നോട് ചോദിക്കണ്ടേ. അത് നമ്മളെ ബാത്റൂം കേട്ടോ. അത് തൽക്കാലം തുറക്കണില്ല. ഇത് അടുക്കള വർക്ക് ഏരിയ. അടുക്കള ഫ്രിഡ്ജാണ് കേട്ടോ. ഇതിപ്പോൾ തുറക്കാണ്ടിരിക്കുക നല്ലത്. ഇത് തുറന്നാൽ ഭക്ഷ്യസുരക്ഷേൻ്റെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ വന്ന് സീൽ ചെയ്യും. ഇത് നമ്മുടെ അടുക്കള. ഇത് പായസം ഉണ്ടാക്കട്ടെ കുട്ടികളെ. ഇന്നിപ്പോൾ സ്വാതി പോകും. സ്വാതി പറഞ്ഞ നമ്മൾ ചേച്ചീൻ്റെ മോളാണ്. ഓള് പോകും. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ നമുക്കൊന്ന് പായസം ഉണ്ടാക്കലുണ്ട്, അടപ്പായസം ഉണ്ടാക്കാം കേട്ടോ. ഇത് കിച്ചണിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല വെയിലുണ്ട് കിട്ടുന്നത്. അങ്ങനെ കുറച്ചൊരു ഫോട്ടോ. അമ്മയാണ് ഓടിപ്പോയത്. അത് മോള്, മറ്റേ സ്വാതി, മറ്റേത് അനിയൻ്റെ മോള്. സ്വാതി ഇതാ പായസം ഉണ്ടാക്കണം. സ്വാതി പറയണ മേമ എന്നെ കാണിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ സ്വാതി ഒരു ഹായ് തന്നു. അതിൻ്റെ പിന്നാലെ വാലായി പോയത് അനിയൻ്റെ മോളാണ്. അപ്പോൾ നമ്മൾ അടുക്കള കേട്ടോ. അപ്പോൾ ഇതാ അടപ്പായസം അതാ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇനി കുടിച്ച് സ്വാതി ഇനി ഭക്ഷണം കഴിച്ച് അവളിന്ന് പോവേ. വീടിന് രസമായിരുന്നല്ലോ അവിടെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആരും എന്നോട് ഹോം ടൂർ ചോദിച്ചിട്ടില്ല വെച്ചാലും ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.